ഓണാഘോഷ തിരക്കിലാണ് നാടൻ നഗരവും ഒക്കെ ആഘോഷ തിമിർപ്പിലാണ്. പലരും സദ്യക്കായുള്ള ഒരുക്കത്തിലും സദ്യ കഴിക്കുന്ന തിരക്കിലും ഒക്കെയാകും. ഓണാഘോഷ പരിപാടികളും ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് സെയ്ഫുനീസ അലിയാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. സെയ്ഫുനീസ, നമ്മൾ ഇന്ന് ഈ ദിവസം ആദ്യമാണ് മിണ്ടുന്നതെന്ന് തോന്നുന്നു. ഹാപ്പി ഓണം. ഈ ഉച്ച സമയമാണ്, സദ്യക്കുള്ള സമയമാണ്. സദ്യ കഴിച്ചോ? ഹാപ്പി ഓണം സേതുലക്ഷ്മി. ഇന്ന് ആദ്യമായിട്ടാണ് മിണ്ടുന്നത്, കാരണം ഞാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഡ്യൂട്ടിയിൽ കയറിയത്. ഇന്ന് നബിദിനം കൂടിയായിരുന്നല്ലോ, അപ്പോൾ രാവിലെ നബിദിനാഘോഷത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ഫുഡുണ്ടായിരുന്നു, അപ്പോൾ ചോറൊക്കെ കഴിച്ച് വന്നതാണ് പള്ളിയിൽ നിന്നുള്ള. അപ്പം തിരുവോണമായിട്ട് ബിരിയാണിയാണ്? അതെ, തിരുവോണമായിട്ട് നെയ്ച്ചോറും ബീഫുമാണ് കഴിച്ചത്. അടിപൊളി. ഓക്കെ ഓക്കെ. നമ്മൾ മറ്റേ ഏതോ സിനിമയിലും മാമുക്കോയെ പറയുന്ന പോലെ നല്ല ഒരു തിരുവോണം നല്ലതായിട്ട് ഇച്ചിപ്പോലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൂടെ ചോദിക്കുന്ന പോലെ. അപ്പോൾ എന്താണ് ഓണവിശേഷം? ഏതുവരെ എത്തി സെയ്ഫുനീസ? ഓണം തിരുവോണം നമ്മൾ അടിച്ചു പൊളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നബിദിനവും തിരുവോണവും ഒക്കെ ഒന്നിച്ചു വന്നതുകൊണ്ട് എല്ലാവരും ഒരു ആഘോഷ തിമിർപ്പിലായിരുന്നു. ആ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ, അതായത് ഏറ്റവും ആദ്യത്തെ ചടങ്ങ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണത്തോണി എത്തിയത് മുതൽ തിരുവോണത്തിൻ്റെ ഒരു ആലസ്യത്തിലേക്ക് എല്ലാവരും നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് നമ്മൾ തൃക്കാക്കര അമ്പലത്തിൽ മഹാബലിയെ വാമനൻ എതിരേറ്റ് വരുന്ന കാഴ്ച കണ്ടു. പിന്നീട് തൃക്കാക്കരയിൽ 25,000 പേർക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ കണ്ടു. അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുടെ ദിവസം കൂടിയായിരുന്നു ഇന്ന് തിരുവോണം. ഇത് കൂടാതെ തന്നെ ക്ലബ്ബുകളുടെയും ചില റെസിഡൻസ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ ഇന്നും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ സ്കൂളുകൾ, കോളേജുകളൊക്കെ നമ്മൾ ഓണം കണ്ടിരുന്നു. പക്ഷേ ഇന്നും പലരും ഇത്തരം ആഘോഷങ്ങളുടെയൊക്കെ ഒരു ഇതിലാണ് ഉള്ളത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അതല്ലാതെ ഓരോ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പിലാണുള്ളത്. എല്ലാവരും തിരുവോണ സദ്യ കഴിച്ച് ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു കളികളൊക്കെ ഉണ്ടാവുമല്ലോ, റൊട്ടിയടി, വടംവലി, അങ്ങനെയുള്ള ഓരോ കളികളിലേക്കൊക്കെ ഏർപ്പെടുകയാണ്. ഇന്ന് ദിവസം മുഴുവൻ തിരുവോണത്തിൻ്റെ ഒരു ആഘോഷത്തിലായിരിക്കും. ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ്. നമ്മൾ എടുത്തു പറയേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും പ്രത്യേക ചടങ്ങുകളും പൂജകളും ഒക്കെ ഇന്ന് തിരുവോണത്തിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷമാണുള്ളത്. തൃക്കാക്കര അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റൊന്ന് കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതൊരു വാമനമൂർത്തി ക്ഷേത്രമാണ്. കേരളത്തിലെ ആകെയുള്ളൊരു വാമനമൂർത്തി ക്ഷേത്രമാണ്. ഇന്നാണ് അവിടെ തിരുവോണ മഹോത്സവം നടക്കുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ തന്നെ നമ്മൾ അവിടുത്തെ എല്ലാ ആഘോഷങ്ങളുടെ ചടങ്ങുകളുടെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതുകൂടാതെ തന്നെ ഇന്ന് രാവിലെ മുതൽ അനിൽ ജോർജ് അവിടെ സജീവമായി നിന്ന് ഓണസദ്യയൊക്കെ കഴിച്ചാണ് മടങ്ങിയിരിക്കുന്നത്. ഇനി വൈകിട്ട് ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ചടങ്ങുകൾ കൂടി ഇന്ന് പൂർത്തിയാക്കാനുണ്ട്. വൈകിട്ട് അത്തരം ചടങ്ങുകളുണ്ട്. അത് നമുക്ക് വൈകിട്ടാകുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നും കരുതുന്നു. എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ മാത്രമല്ല, നമ്മുടെ നാടിന് പുറത്തുള്ള, ഇപ്പോൾ നമുക്കറിയാം വിദേശത്തേക്കൊക്കെ ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരുണ്ട്. അവരുടെ ആഘോഷങ്ങൾ കണ്ട് ആ ആഘോഷത്തിനൊപ്പം ചേർന്ന ആളുകളുടെയൊക്കെ സന്തോഷം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണ്, മലയാളികൾ അല്ലാത്തവരുടെ. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിൻ്റെ മുഴുവൻ ഒരു ഉത്സവമായി ഓണം മാറുകയാണ് ഇപ്പോൾ സേതു.